ഹലോ, ഇന്ന് കുറച്ച് സന്ധ്യാവിശേഷങ്ങളും പഴയ കുറച്ച് ഓർമ്മകളുമാണ് പറയാനുള്ളത്. വിളക്കൊക്കെ വെച്ചിട്ട് നമ്മളിന്ന് ചായയും കുടിച്ച് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ, ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട്. വേറെ എങ്ങോട്ടുമല്ല, അമ്പലത്തിലേക്കാണ് പോകുന്നത്. കർക്കിടക മാസത്തിലും നമുക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല, ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ചിങ്ങമാസം തുടങ്ങിയപ്പോഴാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. എന്തായാലും നമുക്കിങ്ങനെ ഇടയ്ക്ക് ഒരു ഉൾവിളിയൊക്കെ വരുമല്ലോ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അങ്ങനെ ഒരു ഉൾവിളി വന്നതിൻ്റെ പുറത്ത് നമ്മൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള പുത്തൂരുള്ള ശിവൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ ദിവസവും രാവിലെയും വൈകുന്നേരം അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. കല്യാണം കഴിഞ്ഞ സമയത്തും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 5 വർഷമൊക്കെ നമ്മൾ എപ്പോഴും ഞാൻ മിക്കവാറും ഏട്ടനെ നിർബന്ധിച്ച് ഞാൻ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് പിന്നെ മാറി ഞാനും തീരെ പോവാതെ ഒരു അവസ്ഥയിലേക്കൊക്കെ ആയി. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ ഇടയ്ക്കൊരു ഉൾവിളി വരും, അപ്പോൾ അങ്ങനെ നമ്മൾ പോവാറുമുണ്ട്. എന്തായാലും നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് കുറേ സമയം നമ്മളവിടെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് അപ്പൂസ് ഈ ഒരു പൂ കൊണ്ട് തന്നത്. ഇതിന് രാജമല്ലി എന്നാണ് പറയാമെന്നാണ് എൻ്റെ ഒരു ഓർമ്മയുള്ളത്. പക്ഷെ അമ്മ പറഞ്ഞു അതൊന്നല്ല, വേറെ എന്തോ ആണ് ഇതിൻ്റെ പേരെന്നാണ് പറഞ്ഞത്. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസം അത് വേറെ തന്നെ ഒരു ഫീലാണല്ലേ. അപ്പം അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ കയറുന്ന സമയത്ത് എത്ര പടികളുണ്ടെന്ന് എണ്ണിയിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങുന്ന സമയത്ത് അമ്മ കൃത്യമായിട്ട് എണ്ണിക്കൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങി താഴെ പോയപ്പോഴാണ് അമ്മ പറഞ്ഞത് 51 പടികളുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളിത് ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. തൊട്ടടുത്ത് തന്നെയാണ്, അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് രാത്രി 11 മണിയായപ്പോഴാട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. പിന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.